ദിലീപ് ശിക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദിലീപ് ഉറപ്പായും ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ദിലീപ് ഈ കേസിലെ ഗൂഢാലോചന കേസിലാണ് പെട്ടിട്ടുള്ളത്. എല്ലാ ക്രിമിനൽ കേസുകളിലെയും ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കരമായ ടാസ്ക്കാണ്. അതിനെക്കുറിച്ച് അഭിഭാഷകർ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട്. ഏറ്റവും താഴത്തെ വേര് മുതൽ വൃക്ഷത്തിൻ്റെ ഫലം വരെയുള്ള കണ്ണി കൃത്യമായി നിങ്ങൾ ബന്ധിപ്പിക്കണം. ആ ബന്ധിപ്പിക്കുന്ന കണ്ണിയിൽ എവിടെയെങ്കിലും ഒരു അറ്റുപോകലുണ്ടെങ്കിൽ, ഒരു വിടവുണ്ടെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയില്ല, അത് കേസ് തള്ളിപ്പോവും. അപ്പോൾ ഗൂഢാലോചന ഈ കേസിൽ തെളിയിക്കുക എന്നത് വലിയ ടാസ്ക്കാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയും പറയുന്നു, ഈ കേസിനെ നിരീക്ഷിക്കുന്നവർ പറയുന്നു. അതുകൊണ്ട് ഈ കേസിൽ കുറ്റാരോപിതനായ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല, വിധി 8 വരുമ്പോഴേ പറയാൻ കഴിയും. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ, അതിൻ്റെ ആവിർഭാവം മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ മുഴുവനായും മലയാളി അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. ഈ കേസിൽ നിന്ന് ദിലീപിന് എന്തുമാത്രം മലയാളിയുടെ മനസ്സിൽ മാറിയിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ നമ്മുടെ ഉത്തരം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, സാക്ഷിമൊഴികൾ നമ്മുടെ മുമ്പിലുണ്ട്, ദിലീപ് തന്നെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് എഴുതിയ കത്ത്, ഞാനിപ്പോഴും താങ്കളെ സംരക്ഷിക്കുന്നു, താങ്കളെ ഒറ്റ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കത്ത് നമ്മുടെ മുമ്പിലുള്ള ഒന്നാണ്. ഈ കേസിനെക്കുറിച്ച് ന്യൂസ് മിനിറ്റ് നടത്തിയിട്ടുള്ള ഒരു ദീർഘമായിട്ടുള്ള അന്വേഷണ പരമ്പര അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് ഈ കേസ് എന്തുമാത്രം ഒരു നടുക്കം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് മണി എന്ന് പറയുന്ന ഈ കേസിലെ ഈ കുറ്റകൃത്യം നടപ്പിലാക്കുന്ന സംഘത്തിൽപ്പെട്ട ഒരാളുമായി സംസാരിച്ചുകൊണ്ടാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോൾ മണി പറയുന്നുണ്ട്, മണിയോട് പെട്ടെന്ന് വരാൻ വേണ്ടി പൾസർ സുനി ആവശ്യപ്പെടുന്നു. അപ്പോൾ ആലുവയില്ല എറണാകുളത്തെ ഒരു പോയിന്റിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ പൾസർ സുനിയും മറ്റൊരാളും നിരന്തരമായി ആർക്കൊക്കെയോ ഫോൺ ചെയ്യുകയോ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടോ ഇരിക്കുകയാണ്. പക്ഷേ പൾസർ സുനി ഒറ്റയ്ക്ക് തൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക ആവേശം തീർക്കാൻ വേണ്ടിയല്ല, മറ്റേതോ തരത്തിലുള്ള പോയിന്റുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പൾസർ സുനി പെട്ടെന്ന് കേവല വൈകാരികതയിൽ ചെയ്തുവിട്ടുള്ള ഏർപ്പാടല്ല, അദ്ദേഹത്തിന് ആരുമായിട്ടോ നിരന്തരമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നടിയുമായിട്ട് വരുന്ന ഡ്രൈവറുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിനെ പിന്തുടരുന്നു, മനഃപൂർവ്വമായ അപകടം ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ വർത്തമാനമാവുന്നു, ചാടി വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടിക്കകത്ത് കയറിയ ശേഷമുള്ള നടിയുമായിട്ടുള്ള സംഭാഷണം ഈ മണി പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് പറയുന്നു, മാഡം ഇതൊരു കൊട്ടേഷനാണ്. അപ്പം ഈ സുനിയെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, നേരത്തെ ഒരു ലൊക്കേഷനിൽ സുനിയെ അവർ ഡ്രൈവറായി ഓടിയിരുന്നു. ആ കൊട്ടേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിവാഹമോതിരത്തോടൊപ്പമുള്ള നിങ്ങളുടെ നഗ്നദൃശ്യം പകർത്തി അയച്ചു കൊടുക്കലാണ് എൻ്റെ ഉത്തരവാദിത്വം, സഹകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം നടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല ഉപാധികളും പറഞ്ഞു. അവർ കുതിരമാറാൻ ശ്രമിക്കുന്നില്ല, കാരണം കുതിരമാറാൻ ശ്രമിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഏത് തരത്തിലുള്ള ആക്രമണത്തിലേക്ക് അത് പോകുന്നവർ ഭയപ്പെട്ടു. അപ്പോൾ ഒരു ഘട്ടത്തിൽ സുനി തന്നെ ഈ മണിയോട് അതിനുശേഷം അതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇവർ പുറത്തു പോകാണല്ലോ ചെയ്യുക. സുനി തന്നെ മണിയോട് പറഞ്ഞ കാര്യം മണി പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഇത് ചെയ്യാൻ പറയും, മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു മച്ചാനെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ, നമ്മൾ പൈസ വാങ്ങിച്ച് ധാരണ എത്തിപ്പോയ കേസല്ലേ എന്ന്. എന്നിട്ട് ഇറങ്ങാൻ നേരവും, അതായത് ഈ വൃത്തികേട് കാണിച്ച് പുറത്തിറങ്ങി പോകാൻ നേരവും സുനി പറയുന്നുണ്ട്, എന്നോടൊന്നും വ്യക്തിപരമായി തോന്നരുത്, കൊട്ടേഷനായി പോയി ഞാൻ പൈസ വാങ്ങിച്ച് പോയതാണ് എന്ന് പറഞ്ഞിട്ട് സുനി തന്നെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോൺടാക്ട് നമ്പർ പോയി ഞാൻ അവർക്ക് കൊടുത്തു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. സിനിമയിൽ ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്ത് പോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, വേറെന്തോ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പോകുന്നത്, കേസാവൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ മണി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ പറയുന്നത് ഇതിൻ്റെ മൊത്തം പ്രോപ്പർ പ്ലാനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഞാൻ അബദ്ധിച്ചെന്ന് പെട്ടതാണ്, ഇതിനൊന്നും പറഞ്ഞല്ല എന്നെ വിളിച്ചതെന്നാണ്. അയാൾ നടിയോട് സോറി പറയുന്നുണ്ട്. ഈ വിചാരണ വേളയിൽ നടി തന്നെ സംബന്ധിക്കുന്നുണ്ട്, ഈ മണി എന്ന് പറയുന്ന മനുഷ്യൻ എന്നോട് സോറി പറഞ്ഞിരുന്നു, പക്ഷേ മറ്റേ ആൾ കോൺടാക്ട് നമ്പർ എന്നൊന്നും ഇവർ അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മൊത്തം എപ്പിസോഡ് വായിച്ചാൽ ഇതിലെവിടെ ഒരു ഗൂഢാലോചന കേന്ദ്രം പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഇയാളെ പിടിയിലാവുന്നു, നമ്മൾ കണ്ടാണ് പിടിക്കുന്നതൊക്കെ, ജയിലിലാവുന്നു. ജയിലിലായ ശേഷം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അയാൾ ദിലീപിൻ്റെ ചില സുഹൃത്തുക്കളെയും ഡ്രൈവേഴ്സിനെയൊക്കെ വിളിക്കുന്നു. അവിടെ നിന്ന് കിട്ടിയ മറുപടിയിൽ സുനി ഒട്ടും തൃപ്തനായിരുന്നില്ല, അയാൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവസാനം അയാൾ കത്തെഴുതാൻ തീരുമാനിച്ച് കത്തെഴുതുകയാണെന്നാണ്. കത്തെഴുതിനകത്താണ് ദിലീപിനോട് ഞാൻ നിങ്ങളതിൽ ഒറ്റ കൊടുത്തിട്ടില്ല, നിങ്ങളിപ്പോഴും സേഫാണ്, പക്ഷേ എൻ്റെ കാര്യം പരിഗണിക്കണമെന്ന് പറയുന്നത്. പിന്നീട് അന്വേഷണം ഏതൊക്കെ വഴിക്ക് പോയി നമുക്കറിയാം. അതിനുശേഷം പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ദിലീപ് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു. ഒരു ഘട്ടത്തിൽ ദിലീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ദിലീപ് അതിൽ പറയുന്നത്, സാധാരണ നിലയ്ക്ക് ഇത്തരം വലിയ ആക്രമണങ്ങൾക്ക് ഇരകളായ സ്ത്രീകൾ ഒന്നുകിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും, ചില ആളുകൾ മാനസികമായി ഭയങ്കരമായി തകരും. പക്ഷേ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് വന്നിരിക്കുന്നു, മീൻസ് അവരുടെ സിനിമാഭിനയത്തിലേക്ക് വന്നല്ലോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഈ നടിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ഘട്ടത്തിൽ ദിലീപ് പോകുന്നത് നാം കണ്ടു. ദിലീപ് മാത്രമേ ആ പണിയെടുത്തിട്ടുള്ളൂ, മറ്റാരെങ്കിലും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ തയ്യാറായിട്ടേ ഇല്ല എന്ന് കാണണം. ഇവരെയൊക്കെ വളർത്തിയത് ഞാനാണ്, വലുതാക്കിയത് ഞാനാണ്, ഞാൻ ചെയ്യുമ്പോൾ പോലുള്ള ചോദ്യം ചോദിക്കുന്നു. പിന്നെ പലതരത്തിലുള്ള വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ഈ കേസിൻ്റെ ഒരു ടോട്ടൽ എപ്പിസോഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിലീപ് ഇതിനകത്ത്, പിന്നെ ഡയറക്ടർ ബാലചന്ദ്രൻ്റെ ഒരു എപ്പിസോഡ് നമുക്ക് ഓർമ്മയുണ്ട്, പുറത്ത് വന്നിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ, അതിനകത്തെ സംഗതികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇൻ ടോട്ടൽ ഇതിലെടുത്ത് നോക്കിയാൽ ദിലീപ് പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അദ്ദേഹം ഭയങ്കരമായി ഇതിൽ ഇൻവോൾവ് ആണെന്ന് സംശയം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് ഇതിൻ്റെ പലതരത്തിലുള്ള തടസ്സഹർജികൾ കൊണ്ടുവന്ന ഈ കേസ് നീട്ടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ദിലീപിന് അനുകൂലമായിട്ട് നേരത്തെ സിദ്ദിഖ് മൊഴി മാറ്റി, നടി ഭാമ മൊഴി മാറ്റി, ബിന്ദു പണിക്കർ മാറ്റി, ഇടവേള ബാബു മാറ്റി, ആരൊക്കെയോ മൊഴി മാറ്റി നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ ഒരു സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസിനകത്ത് നോക്കണം, വളരെ കേസിനെ ആകെ തന്നെ ഗതി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴിമാറ്റൽ ഉണ്ടാവുകയാണ്. മൊഴി മാറ്റിയ ആൾക്കാരിൽ പല ആൾക്കാരും ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് പോലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പലതും അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏതോ ഒരു കേന്ദ്രം എന്ന് വെച്ചാൽ കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം, പൾസർ സുനിയെ രക്ഷിക്കാൻ മാത്രമല്ല, ഒരു കയ്യിൽ നല്ല പണമുള്ള ഒരു കേന്ദ്രം ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട പൈസ കൊണ്ട് മാത്രം വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ മൊഴികൾ മാറ്റുന്നത്, കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ദിലീപ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ ഒരു പോർഷനിൽ ഇപ്പോഴും നമുക്ക് എന്താ പറയുന്നത്, ഒരു ശക്തമായ ഒരു കഥാപാത്രമായിട്ട് അവിടെ നിൽക്കുകയാണ്. അയാളെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനകത്ത് കോടതി എന്താണ് വിധി പറയാൻ പോകുന്നത്, കോടതിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോടതി അതെങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുക എന്നൊന്ന് ഉറ്റു നോക്കാം. പൾസർ സുനിയുടെ കോൺഫിഡൻസ് നേരത്തെ പറഞ്ഞ പോലെ, സികേഷ് പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണേണ്ടതാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി സമ്മാനം വിതരണം ചെയ്ത ആണെന്നുള്ള സിനിമ ഡയലോഗ് ഇട്ടുകൊണ്ട് ഭയങ്കര മ്യൂസിക് ഇട്ട് നിരന്തരം റീലുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വിധി പ്രധാനമായിരിക്കും ഇത്തരമൊരു കേസിൽ. കാരണം ഇത് എൻറ്റയർ ഇൻഡസ്ട്രി, സിനിമ രണ്ട് തട്ടിൽ നേരത്തെ സികേഷ് പറഞ്ഞു, രണ്ട് തട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടും തുല്യാതുല്യമല്ല. ഇപ്പുറത്ത് വളരെ ചുരുക്കം 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് എൻറ്റയർ സിനിമ ഇൻഡസ്ട്രി ദിലീപിൻ്റെ കൂടെ നിൽക്കുകയും ഈ ഇരയെ തള്ളിപ്പറയുകയെന്ന സ്വഭാവത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്ത കേസാണിത്. ഏറ്റവും അവസാനം വനിതകളുടെ ശാക്തീകരണത്തിന് എന്ന പേരിൽ വന്നിട്ടുള്ള ശ്വേത പോലും അവരെ പിണങ്ങിപ്പോയ ആൾക്കാരെ തിരികെ അമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ വരട്ടെ എന്ന മട്ട് സ്വീകരിക്കുകയാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സംഘടനകളും അസോസിയേഷൻസ് എല്ലാം അവരെ ഒഴിവാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് നടന്നിട്ടുള്ള നിയമ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ദിലീപിൻ്റെ വലിയ PR അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ദിലീപിന് വേണ്ടി വലിയ ആൺകൂട്ടം ഇറങ്ങി വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും റിമാക്ക് അല്ലെങ്കിലോ പാർവതിയോ ഒക്കെ എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വന്ന് ചീത്ത വിളിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും ദിലീപിന് വേണ്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ്. ആ ദിലീപ് എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള വൈരാഗ്യമാണ് ഇവരോട്. അപ്പോൾ അവരിൽ ചുരുക്കം ചില ആളുകൾ, കേരളത്തിലെ മാധ്യമങ്ങളുടെ നിതാന്തമായ ജാഗ്രത, അങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അട്ടിമറിക്കാനുള്ള ഏതെല്ലാമോ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കേസ് എത്തിയിട്ടുള്ളത്. അത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ, അതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വിധി വരുമ്പോൾ അറിയാം. ദിലീപിൻ്റെ കരിയറിനെ സംബന്ധിച്ചും പ്രധാനമായിരിക്കും വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ ഈ വിധി അനുകൂലമായാൽ ദിലീപിന് നാളെ മുതൽ സിനിമകൾ കൂടുതൽ കിട്ടും, ദിലീപിൻ്റെ പടമെല്ലാം വിജയിക്കും എന്നും പറയാൻ പറ്റില്ല. ദിലീപിൻ്റെ പടങ്ങൾ ഇപ്പോൾ നിരന്തരമായി പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അദ്ദേഹം ഈ കേസിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല. മാറുന്ന കാലത്തിനൊപ്പിച്ച് അദ്ദേഹത്തിന് പുതിയ സിനിമ തിരഞ്ഞെടുക്കാനോ ആ സിനിമയുടെ പുതിയ മാറുന്ന ഭാവനയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് സ്വയം പരിവർത്തിപ്പിക്കപ്പെടാനോ കഴിയാത്തതിൻ്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് ഈ കേസ് അനുകൂലമായി കഴിഞ്ഞാൽ ദിലീപിനെ കേരളമാകെ എടുത്തുകൊണ്ട് നടക്കുന്നു, ദിലീപിൻ്റെ പടമാകെ പിന്നീട് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ ദിലീപിന് അകത്തു പോകാതിരിക്കാം അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നാൽ. ഏതായാലും ഈ കേസിൻ്റെ വിധി അന്തിമമായിരിക്കില്ല, മേലെ അപ്പലേറ്റ് കോർട്ട്സ് ഉണ്ടല്ലോ. പക്ഷേ ഇതിനകത്തൊരു എന്താണ് എൻറ്റയർ എപ്പിസോഡിൽ നടന്നത് എന്ന കാര്യം മലയാളി തത്സമയം കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സന്ദർഭമായിരിക്കുമെന്നാണ് ഞാൻ കാണുന്നത്.